ഗിഫ്റ്റ് എല്ലാം ഉണ്ട് പറഞ്ഞാൽ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ലിഡിയക്ക് ആദ്യമായിട്ട് കിട്ടിയ റവന്യൂ കണ്ട പ്രൊമോഷൻ ചെയ്തതിനുള്ള. അതെ, ചെറുതാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ ചോദിച്ചിട്ടൊന്നുമല്ല, അവരായിട്ട് ഗിഫ്റ്റ് തന്നാണ് ചേട്ടാ. ബോഗൻവില്ലയുടെ പല കളറുകൾ, നല്ല നല്ല ചെടിച്ചട്ടികള്, റോസ്, തക്കാളി കാഴ്ച തന്നു. ഇത് വിരിയിപ്പോ ഇപ്പൊ നമ്മള് നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ ദിവസം ഇങ്ങനെ ഇറങ്ങണത് മാവണത്. അതേ മാവ് പൂത്ത് വിരിഞ്ഞിരിക്കുന്നു. ചെടിക്കുന്ന വെള്ളടക്കുന്നുണ്ട് കേട്ടോ. ഈ കമ്പിലൊക്കെ ബ്ലാക്ക് പൈസ ഉണ്ടാവും. ആൾക്കാർ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ന്യൂലി ഓപ്പൺ ആയിട്ടുള്ള ഒരു കീമത്ത് സമാൻ ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് നമ്മൾ പോണത്. അവിടെ പുറത്ത് തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഈ കാണുന്ന കാഴ്ചയാണ്. അതായത് നല്ല നല്ല ചെടികൾ, നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ചെടികളാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ബോഗൻവില്ല. എന്താ പറയാ, കണ്ട് ഇരുന്ന് നമ്മുടെ കണ്ണ് മഞ്ഞളിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണ കണ്ടിട്ട് അവിടുത്തെ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എടുത്തോളാൻ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ധൈര്യമായി, വീഡിയോ എടുക്കാം എന്നുള്ള ഒരു ഇതായി കിട്ടി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ അവിടെ നമ്മുടെ എന്താ പറയുക, തക്കാളി, വെണ്ടക്കായ, പച്ചമുളക്, സ്ട്രോബെറി, പിന്നെന്താ മാങ്ങ, അങ്ങനെ ഉള്ള പല പല ചെടികളുണ്ട്. ഈ കാണുന്നതാണ് സ്ട്രോബെറി. അപ്പോൾ ജോക്കൂട്ട എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ സ്ട്രോബെറി കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ കഴിക്കാൻ പറ്റില്ല, നമ്മളിതൊക്കെ യൂറോപ്യനിലല്ലേ കണ്ടിട്ടുള്ളൂ, യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ളൂ. അതായത് സ്ട്രോബെറി ഇങ്ങനെ നല്ല പോലെ വിരിഞ്ഞിരിക്കുന്നത്. അതിവിടെ കാണുമ്പോൾ ഒരു രസം, 1-2 എണ്ണം ഉള്ളൂ എങ്കിലും അത് കാണാനൊരു രസമല്ലേ, സ്ട്രോബെറി ആണല്ലോ എന്നോ ഉള്ള ഒരിതില്. പിന്നെന്താ ഉള്ള അവിടെ ബോഗൻവില്ല, അതായത് പല നിറത്തിൽ, അതായത് പല കളറിലുള്ള ബോഗൻവില്ലാസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പേരറിയാത്ത കുറേ ചെടികളുണ്ട്. ഇത്രയും ചെടികളുടെ പേരറിഞ്ഞിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആരായേനെ. അങ്ങനെ കുറെ ചെടിച്ചട്ടികളും അവിടെ ഉണ്ട്, അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ കുറെ ഡിഫറെന്റ് കളറുള്ള ബോഗൻവില്ല. ചേട്ടാ, ബോഗൻവില്ലയുടെ പല കളറുകൾ അതുപോലെ തന്നെ അവിടെ കുറെ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു എന്നാൽ ഇവിടുത്തെ ലൊക്കേഷനും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ ഷോപ്പിംഗ് സെന്റർ വരുന്നത് നമ്മുടെ BMC ഹോസ്പിറ്റലിന്റെ തൊട്ട് നേരെയാട്ടാ. നമ്മുടെ ഈ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഷാബി 9 കാണാട്ടാ. ആ ഒരു രീതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കണത്. ഒരു വട്ടെങ്കിലും എല്ലാവരും ഇവിടെ വന്ന് അതായത് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് വാങ്ങണം കേട്ടോ. അധികം പൈസ ജാസ്തി ഒന്നുമില്ല, എല്ലാവർക്കും വന്ന് വാങ്ങാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കില്ലേ, അവിടുത്തെ ചേട്ടൻ എനിക്ക് കുറച്ച് ചെടികൾ ഫ്രീ ആയിട്ട് തന്നു. അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ്. അതായത് നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ പ്രൊമോഷൻ പോലെയൊക്കെ കിട്ടുമല്ലോ, അത് എന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഒരു സന്തോഷം, ഒരു വലിയ സന്തോഷമായിരുന്നു എനിക്കത്. താങ്ക് യു താങ്ക് യു താങ്ക് യു. മാവണത്
പൂത്ത് വിരിഞ്ഞിരിക്കുന്നു. വേണ്ടവരിവിടെ ഒന്ന് വാങ്ങാം അല്ലേ? നല്ല പച്ചമുളക് ഉണ്ട്. ആ പച്ചമുളക് ഞാൻ കണ്ടായിരുന്നു. ഇതിൽ കാഴ്ച തന്നു. ഇത് വിരിയുമ്പോ ഉറുമാന. നമ്മള് ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിൽ ഇറങ്ങണം. ഇത് ഉറുമാനാണ്. 3 ഉണ്ട്. ചെടിക്കുന്ന വെള്ളടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. നമുക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അതായത് നമ്മൾ സാധാ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ലുലു മോളിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ ഇവിടെ കിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായത് നമ്മുടെ ഈ ഓർണമെന്റ്സ് കാണുമ്പോഴാട്ടോ. കമ്മല്, മാല. എനിക്ക് മെയിനായിട്ട് കമ്മല് കണ്ടപ്പോഴാണ് ഭയങ്കര ഇഷ്ടം. അത് മേടിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓൾറെഡി കമ്മലുണ്ട്, പിന്നെ എന്തിനാ വെറുതെ കൂടി സ്റ്റോക്ക് ചെയ്ത് വെക്കണേന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സ്പൈസസിന്റെ പേര് പോലും നമുക്ക് അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ജിംകി കമ്മലുകളാട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാറില്ലേ ജിംകി കമ്മൽ, അത് തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഈ ജിംകി കമ്മലൊന്നും ഇടാറുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, പിന്നെ വെറുതെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇനി വല്ല ഒക്കേഷനിൽ വല്ല ഫംഗ്ഷനൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ പിള്ളേരിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെറൈറ്റി ഡ്രസ്സുകളുണ്ട്. പിന്നെ പിള്ളേരിന്റെ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നില്ല, ഒന്ന് മേടിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഇവിടെ കുറെ ഓർണമെന്റ്സ്, എന്താ പറയാ, നമ്മുടെ റിങ്, മാല, അങ്ങനെ പലവിധ ഓർണമെന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലേഡീസ് ഹാൻഡ് ബാഗ്സ്, പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സിനൊന്നും അധികം വിലയൊന്നുമില്ല, നല്ല വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ പെർഫ്യൂം പ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരേട്ടാ. ചേട്ടനാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും ഏത് പെർഫ്യൂം നോക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ഒരു ബ്ലാക്ക് ഒപ്പിയം ഉണ്ട്, അത് തന്നെയാണ് ആദ്യം ചോദിക്കുക. അപ്പൊ ഇവിടെ ബ്ലാക്ക് ഒപ്പിയം ഉണ്ടായിരുന്നു. സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ഡിഫറെന്റ് വെറൈറ്റി ഒക്കെ ഉണ്ട് ഇവിടെ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ. അപ്പൊ ആർക്കാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫ്യൂം പ്രേമികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വരിക, മേടിക്കുക. പിന്നെ കുഞ്ഞിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട്, അതായത് കുഞ്ഞി പുറത്തൊക്കെ പോയി കളിക്കണ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ചെരുപ്പ് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിക്ക് ചെരുപ്പ് നോക്കുമ്പോൾ ചെരുപ്പ് ഇവന്റെ സൈസിനുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിക്കണ്ടെന്ന് വിചാരിച്ചു. ചെരുപ്പ് അതായത് ക്വാളിറ്റി വൈസ് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പുതിയ, അതായത് ഈ ഷോപ്പിംഗ് സെന്റർ പുതിയതായതുകൊണ്ട് തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. സെക്കൻഡ് ഫ്ലോറിൽ എത്തിയപ്പോൾ അവിടെ ഫുള്ള് പർദ്ദയുടെ ഷോറൂമാട്ടോ ഉള്ളത്. വെറൈറ്റി പർദ്ദകളാണ് അവിടെ ഉള്ളത്. ഞാൻ പിന്നെ അധികം വീഡിയോസ് ഈ സെക്ഷനിൽ എടുത്തില്ല, കാരണം എവിടെ നോക്കിയാലും പർദ്ദ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അധികം വീഡിയോസ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഡിസൈൻ, അതായത് ഡിസൈനുള്ള പർദ്ദ. എനിക്ക് കൂടുതൽ പർദ്ദകളെ പറ്റിയിട്ട് എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. കഫ്താനായാലും ശരി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരിക, മേടിക്കുക. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോയപ്പോൾ അവിടെ ഫുള്ള് ഈ കളർ ഡ്രസ്സുകളായിരുന്നു കേട്ടോ. അതായത് പാകിസ്ഥാനി ഡ്രസ്സ്, പാകിസ്ഥാനി ഡ്രസ്സുകളിൽ ഫുള്ള് കളർഫുൾ ആണല്ലോ. അപ്പോൾ അത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഡിസൈനർ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ടോപ്പുകൾ കാണുമ്പോൾ നമ്മുടെ പാകിസ്ഥാനിന്റെ ടോപ്പുകൾ പോലെ ഇല്ലേ? ഇവിടെ നിന്ന് അങ്ങനെ നോക്കിയാവോ, അവർ ഹിന്ദിക്കാരത്തി ആരോ പോലെ ഉണ്ടായിരുന്നു. ഏതാ നമ്മുടെ അങ്ങനെ ഞങ്ങൾ എല്ലാം കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ വെച്ചിട്ട് ജോക്കുനോട് ചോദിച്ചു ഐസ്ക്രീം വേണോ സ്ലൈസ് വേണോ എന്ന്. അവനൊന്നും വേണ്ട, കാരണം ടോയ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയപ്പോൾ കുറച്ചു നേരം അവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, കാരണം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നല്ല അധികം ചൂടുണ്ടായില്ല, എന്നാൽ അധികം തണുപ്പുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആവണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ പോയി. ആദ്യമായിട്ട് കിട്ടിയ റവന്യൂണ്ടോ പ്രൊമോഷൻ ചെയ്തതിനുള്ള. അതെ, ചെറുതാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ ചോദിച്ചിട്ടൊന്നുമല്ല, അവരായിട്ട് ഗിഫ്റ്റ് തന്നാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പർ കഫേന്ന് മസാല ദോശയും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ ചേട്ടൻ മൈസൂർ മസാല ദോശയും ഞാൻ പനീർ മസാല ദോശയും ജോക്കൂട്ടൻ സാദാ മസാല ദോശ ആട്ടോ ഓർഡർ ചെയ്തത്. അപ്പം എൻ്റെ മസാല ദോശയാണെന്നുണ്ടെങ്കിൽ വലുപ്പത്തിൽ ഒരു ഇത്തിരി ചെറുതായിരുന്നു. അങ്ങനെ ചേട്ടൻ അവരോട് ചോദിച്ചു ഇത് എന്താ ഇത്ര ചെറുതെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു പനീർ മസാല ദോശ ചെറുതായിരിക്കും എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ടേസ്റ്റ് വൈസ് ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ ഇവരുടെ ഈ അപ്പർ കഫേയുടെ. ചേട്ടൻ ഒരു വട്ടം അപ്പർ കഫേന്ന് നമ്മുടെ ഒരു ഇഡ്ഡലി, അതായത് ഫേമസ് ഇഡ്ഡലി ഉണ്ടല്ലോ, നല്ല വലുപ്പത്തിലുള്ള ഒരു ഇഡ്ഡലി, ഇഡ്ഡലിയുടെ പേര് മറന്നു, പുട്ടിഡ്ഡലിയോ എന്തോ ഇഡ്ഡലിയാണ് ഇവിടുന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഇൻസ്റ്റയിൽ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക, ട്രൈ ചെയ്യുക, കഴിക്കുക. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഈ ചെടിയാട്ടെ എനിക്ക് കിട്ടിയത്. എനിക്ക് സന്തോഷമായി, കാരണം എനിക്ക് ചെറിയ ചെറിയ സാധനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് കാണുമ്പോൾ അത് പിന്നെ ഗിഫ്റ്റും കൂടി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ജോക്കൂട്ടനാണെന്നുണ്ടെങ്കിലും അവനും ഹാപ്പിയാണ്, കാരണം അവനും ഈ ചെടികളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ 4 ചെടികൾ എൻ്റെ വീടിൻ്റെ, അതായത് റൂമിൻ്റെ പുറത്ത് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ചേട്ടന്മാർക്ക് ഹൃദയം നിറഞ്ഞ താങ്ക്സ്. And thanks for watching my video. Do like and share and comment.